Hi everyone, welcome back. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള കൊത്തു പൊറോട്ടയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ നമ്മുടെ കൊത്തു പൊറോട്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കണം. ഒരുപാട് വഴന്ന് കുഴഞ്ഞു പോകുന്നു വേണ്ട കേട്ടോ. ഉള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളി ഇവിടെ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എത്രയാണോ പൊറോട്ട എടുക്കുന്നത് അതിനനുസരിച്ചാണ് കേട്ടോ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 2 പൊറോട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയും ഒരുപാട് വഴറ്റേണ്ട കേട്ടോ. നമ്മൾ കറിയിലേക്കൊക്കെ വഴറ്റിയെടുക്കുന്നത് പോലെ ഉടഞ്ഞു പോകുന്നു വേണ്ട, ഇത്രയും മതി. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലയുടെ ഒക്കെ ഒന്ന് പച്ചമണം മാറി വരുന്നത് വരെ ഇതുപോലെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതാ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ മസാല എല്ലാം സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കൊരു മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു മുട്ട ബൗളിൽ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു നടുഭാഗത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് സമയം ഇങ്ങനെ വെക്കുക കേട്ടോ, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ ഇതൊന്ന് സെറ്റായി വരാൻ തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്കിതൊന്ന് ചിക്കിയെടുക്കാം. ഈ ഒഴിച്ച ഉടനെ തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആകെ പൊടിയായിട്ട് പോകും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് പീസായിട്ടുള്ളത് കിട്ടില്ല. നമുക്കിതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മുട്ടയും മസാലയും എല്ലാം കൂടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് ചിക്കൻ്റെ കറിയോ അല്ലെങ്കിൽ ബീഫിൻ്റെ കറിയോ ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രേവി മാത്രം ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള പൊറോട്ട ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 പൊറോട്ടയാണ് കേട്ടോ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ലാസ്റ്റായിട്ട് അല്പം മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കൊത്തു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്